ഇപ്പൊ ജസ്റ്റ് ദീപാവലിയൊക്കെയാണ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒരുപാട് പടക്കങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടാവും. ഈ പൊട്ടിക്കുന്ന പടക്കങ്ങളിൽ 10-ൽ 8 ശിവകാശിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾക്കറിയോ? തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നിന്നും 500 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു ശിവകാശി എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പടക്കത്തിന്റെ ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്ന ഒരു നാടാണ് ഈ ഒരു ശിവകാശി. വൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്ന ഒരു ഗ്രാമമായിരുന്നു ശിവകാശി. അവിടെ ഒരുപാട് ആളുകളുടെ പെൺമക്കളുടെ വിവാഹങ്ങളൊന്നും നടന്നിരുന്നില്ല. കയ്യിൽ കാശില്ലാത്തതായിരുന്നു. അതേപോലെ തന്നെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ നിത്യജീവിതത്തിന് വരെയുള്ള പൈസയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ട് സഹോദരങ്ങൾ ഇടപെടൽ കൊണ്ട് ആ ഒരു ശിവകാശി എന്ന് പറയുന്ന ഗ്രാമം ലിറ്റിൽ ജപ്പാൻ എന്നുള്ളൊരു രീതിയിൽ വരെ അറിയപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. അതായത് അത്രത്തോളം ഫാക്ടറീസ്, ഇൻഡസ്ട്രീസ് വളരെ ഡ്രാസ്റ്റിക്കലായിട്ടുള്ള ഒരു സ്പീഡിൽ അവിടെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. 1000-ലേറെ ഫാക്ടറീസ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഒരു ശിവകാശി മാറുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം അപകടങ്ങളും സ്ഥിരമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഒരുപാടധികം ആളുകളുടെ ജീവനും നഷ്ടം വരുന്നുണ്ട്. ഈ പടക്കത്തിന്റെ ഇൻഡസ്ട്രി ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിൽ പ്രശ്നം, ആളുകൾക്ക് ഒരുപാട് പേർക്ക് ആസ്മ, അതേപോലെ തന്നെ TB തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 100ഓളം വർഷമായിട്ട് അവിടുത്തെ ഫയർ വർക്ക് ഇൻഡസ്ട്രി നല്ല രീതിയിലായിരുന്നു പോയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലത്തെ അവസ്ഥ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ആകെ കൂടെ പരിതാപകരമാണ് ശിവകാശിയിലത്തെ ഓരോരുത്തരുടെയും അവസ്ഥ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസൈൻ ദിസ് സൈഡ്. ഇന്ന് നമ്മൾ ശിവകാശിയിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേരിയം നൈട്രേറ്റിന്റെ നിരോധനം കൊണ്ടും അതുപോലെ തന്നെ ഒരുപാടധികം ചൈനീസ് പടക്കങ്ങൾ മാർക്കറ്റിൽ വരുന്നത് കൊണ്ടും അവിടുത്തെ ഇൻഡസ്ട്രി ആകെപ്പാടെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6000 കോടി രൂപയുടെ ബിസിനസ് നടന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ വെറും 3500 കോടി രൂപയുടെ ബിസിനസ് മാത്രമേ നടക്കുന്നുള്ളൂ. അത്രത്തോളം വലിയ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിതിൻ്റെ പിന്നിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 1903 കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫയർ ക്രാക്കേഴ്സും മറ്റൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ വലിയ കാര്യമായിട്ട് ഫാക്ടറീസോ മറ്റോ ഒന്നും തന്നെ നമ്മളുടെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. അന്നീ പറഞ്ഞ പോലെ തന്നെ ശിവകാശിയും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. ആ സമയത്താണ് അയ്യാ നാടാർ അതുപോലെ തന്നെ ഷൺമുഖ നാടാർ എന്ന് പറയുന്ന 2 പേര് ചെന്നൈയിലോട്ട് വണ്ടി കയറുന്നത്. റിലേറ്റീവ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതേപോലെ തന്നെ കുറച്ച് ഇൻഡസ്ട്രികളെ കുറിച്ച് പഠിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു അവർ അങ്ങോട്ട് വണ്ടി കയറിയത്. അവിടെ എത്തിയിട്ട് അവർ ജോലി എടുത്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാച്ച് ബോക്സ് ഫാക്ടറിയിലായിരുന്നു. അതായത് തീപ്പെട്ടി കമ്പനിയിൽ അവർ ജോലിക്ക് കയറി അതിന്റെ പാക്കേജിങ്ങിലും കാര്യങ്ങളിലൊക്കെ അവർ ജോലി സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അവർ 2 പേരും കൂടെ പഠിക്കുകയാണ്. ഇതൊക്കെ നടക്കുന്നത് 1922 കാലഘട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് കൊൽക്കത്തയിൽ ഒരു പടക്ക കമ്പനി വരുന്നത്. അങ്ങനെ ഇവർ 2 പേരും നേരെ ആ ഒരു പടക്ക കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് ഇതിന്റെ മേക്കിംഗ് അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവർ അവിടെ നിന്ന് പഠിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ 2 പേരും കൂടെ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ശിവകാശിയിലെത്തിയപ്പോൾ അവിടുത്തെ സ്ഥിതിയിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ആളുകളും ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ഒരുപാടധികം ആളുകൾ പല ദൂരദേശങ്ങളിലോട്ട് ജസ്റ്റ് ജോലിക്ക് വേണ്ടി പോവുകയാണ്, അന്നാന്നുള്ള അരിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരുപാട് വർക്ക് ഫോഴ്സ് ഉള്ളതായിട്ട് ഇവർക്ക് മനസ്സിലാകുകയാണ്. ഇവർ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങാന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ ആദ്യത്തെ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങി. അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാടധികം ആളുകൾക്ക് അവിടെ തൊഴിൽ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 1938 സെക്കൻഡ് വേൾഡ് വാർ വരുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പടക്കങ്ങളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത് നിരോധിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ വലിയ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അതായത് പടക്കങ്ങളൊന്നും ഇവിടെ കിട്ടാനില്ല, എന്നാലും മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ അതിനെ കണ്ടത്. അങ്ങനെയാണ് ശിവകാശിയിലെ ആദ്യത്തെ പടക്ക കമ്പനി അവർ സ്ഥാപിക്കുന്നത്. നമ്മൾ 1942 വരെയുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശിവകാശിയിൽ 3 പടക്ക കമ്പനികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 1980 ആയപ്പോൾ 189 പടക്ക കമ്പനികളായി. അതിനുശേഷം 2020 കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1070ഓളം ഫാക്ടറീസ് അവിടെ ഉണ്ടാവുകയാണ്. ഈ കമ്പനികളുടെ ഒക്കെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ട് ലീഗലായിട്ട് പോകുന്ന കമ്പനികളാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റെഗുലേറ്റഡ് അല്ലാത്ത, അതേപോലെ തന്നെ വീടുകളിലും മറ്റൊക്കെ ഇല്ലീഗലായിട്ട് പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളുടെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാടധികം വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അവിടെ ഫാക്ടറീസ് ഒക്കെ തുടങ്ങിയപ്പോൾ നാട്ടിൽ ജോലി കിട്ടും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ദൂരദേശങ്ങളിൽ ചെറിയൊരു തുച്ഛമായിട്ടുള്ള സാലറിക്ക് ജോലി എടുക്കാൻ പോയിരുന്ന ആളുകളെല്ലാം തന്നെ നാട്ടിലോട്ട് മടങ്ങി വരികയാണ്. എന്നിട്ട് അവർ ഇത്തരത്തിലുള്ള പടക്ക കമ്പനികളിൽ ജോയിൻ ചെയ്യാനും തുടങ്ങി.
സ്റ്റാർട്ടിങ്ങിലൊക്കെ കൂടുതലും പുരുഷന്മാരായിരുന്നു ഈ ഒരു ഫീൽഡിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം അവരുടെ ജോബ് ചെയ്യുന്ന സ്റ്റൈലും അതുപോലെ തന്നെ ബീഡി വലിക്കുന്ന സ്വഭാവവും ഒരുപാട് അപകടങ്ങൾക്കൊക്കെ കാരണമാവുകയാണ്. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് കൂടുതലായിട്ട് സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും വരുന്നത്. സ്ത്രീകളുടെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിക്ക് പണി ചെയ്യും. അതിനുശേഷം അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അവരുടെ പണി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ വൃത്തിയായിട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ 1970s നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ലേബർ ആ ഒരു നാട്ടിൽ പീക്കിലോട്ട് വരികയാണ്. 4 വയസ്സിന് മേലെ പ്രായമുള്ള ഒരുപാടധികം കുട്ടികളാണ് ഇതേപോലുള്ള ഫയർ ക്രാക്കേഴ്സ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്നത്. ഏകദേശം 30% കുട്ടികൾ ഇത്തരത്തിൽ ജോലി ചെയ്തിരുന്നതായിട്ടാണ് പറയുന്നത്. അവിടെ ഒരുപാടധികം അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരുപാടധികം ഇതേപോലുള്ള കുട്ടികൾ ജോലി എടുത്തിരുന്നു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം വലിയ അപകടങ്ങളും ശിവകാശിയിൽ നടന്നിട്ടുണ്ട്. അതിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. 1991 നടന്നൊരു അപകടത്തിൽ 39 പേര് മരണപ്പെടുകയും അതുപോലെ തന്നെ 65 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ജൂലൈ 2009 കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40ഓളം ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ ഒരുപാടധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 2011 ഒരു ചെറിയ കമ്പനിക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത്. അതിൽ 7ഓളം ആളുകൾ മരണപ്പെടുകയും 5 പേർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റുകയും ചെയ്തു. നമ്മൾ ഇത്തരത്തിലുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം അപകടങ്ങൾ എല്ലാ വർഷവും എന്നുള്ള പോലെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇത്ര പേർക്ക് അപകടം നടന്നിട്ടും ഈ ഒരു ഇൻഡസ്ട്രി എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത്. അത് ജോബ് ഓപ്പർച്യൂണിറ്റി കാരണമാണ്. അവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ ജോലി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് അവർ അവരുടെ ഹെൽത്തോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ കെയർ ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഡസ്ട്രികളിൽ ജോലി എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസ്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസ് യാതൊരുവിധ സേഫ്റ്റി മെഷേഴ്സോ മറ്റൊന്നും തന്നെ പാലിക്കാതെ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അത്ര എക്സ്പെർട്ടീസ് ഇല്ലാത്ത എംപ്ലോയീസിനൊക്കെ ഹയർ ചെയ്തിട്ട് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്പ്ലോഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താണ്? 1-2 പോയിന്റ്സ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു പോയിന്റ്, ഒരുപാടധികം ഇതേപോലുള്ള പടക്കങ്ങളുടെ സ്റ്റോക്ക് സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദീപാവലിക്കും അതേപോലുള്ള ആഘോഷങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബൾക്കായിട്ട് പടക്കങ്ങൾ പോകണം. അപ്പോൾ അതിന് മുൻപ് ഇത്തരത്തിലുള്ള പടക്കങ്ങളെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ കൂടെ സ്റ്റോക്ക് ചെയ്യുന്നത് അത്രത്തോളമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അത് വളരെയധികം പടക്കങ്ങൾ ഒരേ സ്ഥലങ്ങളിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസ്, അല്ലാന്നുണ്ടെങ്കിൽ അൺലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടറീസിലൊക്കെ ഒരുപാടധികം സ്കിൽഡ് അല്ലാത്ത ലേബേഴ്സ് ഒക്കെ പണിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ പണിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയതായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നും തന്നെ പാലിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരുപാട് ആളുകൾ ഒരേ സമയം മരിക്കാനുള്ള ഒരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മുറികളിൽ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കും പണിയെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാനോ മറ്റോ ഒന്നുള്ള സ്ഥലവും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഇതുപോലെ തന്നെയുള്ള അപകടങ്ങളുടെ ഒരു വ്യാപ്തി വലുതാകുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തുള്ള പടക്കത്തിന്റെ ഡിമാൻഡിന്റെ ഒരു 70-90% സാറ്റിസ്ഫൈ ചെയ്യുന്നത് ശിവകാശിയാണ്. ഏകദേശം 6000 കോടി രൂപയുടെ ബിസിനസ് ഒക്കെ നടന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 3500 കോടി രൂപയുടെ ബിസിനസ്സോളം മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇന്ന് അവിടുത്തെ ഇൻഡസ്ട്രികളുടെ ഒക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് അവരെല്ലാവരും തന്നെ കടന്നു പോകുന്നത്. അവിടെ 1983 തുടങ്ങിയ വേലവൻ ഫയർ യൂണിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനി അവരുടെ പ്രൊഡക്ഷൻ ഏകദേശം 70% താഴത്തോട്ട് വന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കമ്പനിയുടെ ആനുവൽ റവന്യൂ ഏകദേശം 75 ലക്ഷം ഉണ്ടായിരുന്നത് 15 ലക്ഷമായിട്ട് ഇടിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം, 75 ലക്ഷം ആനുവൽ റവന്യൂ ഉണ്ടായിരുന്നത് 15 ലക്ഷമായിട്ട് ഇടിഞ്ഞു. അപ്പോൾ എത്ര ആളുകളുടെ തൊഴിൽ പോയിട്ടുണ്ടാവും, അതേപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ എത്രമാത്രം കുറഞ്ഞിട്ടുണ്ടാവും. അതേപോലൊരു സിറ്റുവേഷനാണ് ഈച്ച് ആൻഡ് എവറി കമ്പനി അവിടെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥക്ക് കാരണമായിട്ട് പറയുന്ന 1-2 പോയിന്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 തുടങ്ങിയിട്ട് നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ചൈനീസ് പടക്കങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ അട്രാക്റ്റഡ് ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മുൻപ് അവർ വാങ്ങിയിരുന്ന ശിവകാശി പടക്കങ്ങൾ വാങ്ങാതെ ചൈനീസ് പടക്കങ്ങളുടെ പിന്നാലെ പോയതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്ക് നല്ല രീതിയിൽ കനത്തിലൊരു അടി കിട്ടുകയാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2018 സുപ്രീം കോടതി പറയുകയുണ്ടായി ഗ്രീൻ ക്രാക്കേഴ്സ് മാത്രമേ ഇവിടെ അലോ ചെയ്യുള്ളൂ എന്നുള്ളത്. ബേരിയം സാൾട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഫയർ ക്രാക്കേഴ്സും സുപ്രീം കോടതി നിരോധിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു അടി കിട്ടുകയാണ്. പെർ ഇയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്.
എന്നാൽ ശിവകാശിയിലുള്ള ആളുകൾ മറ്റൊരു കാര്യം ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൈനീസ് പടക്കങ്ങൾ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല, ഇല്ലാതെ ബ്ലാക്കിൽ മാർക്കറ്റിൽ വരികയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളുടെ ഇൻഡസ്ട്രിക്ക് നല്ല രീതിയിലുള്ള ഒരു അടി കിട്ടുന്നുണ്ട്. അതായത് അവർ കോസ്റ്റ് കുറവിന് ഇതേപോലെ തന്നെ ലീഗലായിട്ടുള്ള സബ്സ്റ്റാൻസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പടക്കങ്ങൾ മാർക്കറ്റിൽ വരുത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു കോസ്റ്റിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇതേപോലെ തന്നെ എന്താ പറയുക, അവർ പറയുന്ന റെഗുലേഷൻസ് അനുസരിച്ചുള്ള കെമിക്കൽസ് വെച്ച് കഴിഞ്ഞാൽ ഫയർ ക്രാക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കോസ്റ്റ് കൂടുതലുള്ളൊരു സംഭവമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ചൈനീസ് പടക്കങ്ങളുടെ മാർക്കറ്റുമായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും മുൻതൂക്കം കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് സെയിൽസ് കിട്ടുന്നെന്നും അത് ശിവകാശിയെ നശിപ്പിക്കുന്നുവെന്നുമാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. പിന്നെ കൊറോണ കാരണം ഒരുപാട് ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പടക്കം വാങ്ങുന്നതും കുറയും, സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മുൻപ് നല്ല സാലറി ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നിരുന്ന ഒരാൾ ദീപാവലിക്ക് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒരു 1000 രൂപയുടെ പടക്കം വാങ്ങിയിരുന്നുണ്ടെങ്കിൽ ഇന്നത് കുറച്ചിട്ട് ഒരു 700-800 രൂപയൊക്കെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരുപാടധികം ആളുകളുടെ നമ്മളെ രാജ്യത്തുടനീളം ആക്കുകയെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ ബിസിനസ്സാണ് കുറവ് വന്നിട്ടുള്ളത്. അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, അത് എല്ലാ ഇൻഡസ്ട്രിക്കും കിട്ടിയിട്ടുള്ളൊരു പണി തന്നെയാണ് അല്ലേ. ഇന്ന് നമ്മൾ ശിവകാശിയിലത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പടക്ക കമ്പനികളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 520ഓളം പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം 53ഓളം മാച്ച് ബോക്സ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം 32ഓളം കെമിക്കൽ ഫാക്ടറീസൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പ്രൊഡക്ഷൻ കുറയുകയും അതേപോലെ തന്നെ ആളുകൾക്ക് തൊഴിൽ നഷ്ടം വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് ഇവർ ഇവോൾവ് ചെയ്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടക്കത്തിൻ്റെ ഡിമാൻഡ് ഓരോ വർഷവും കുറഞ്ഞൊക്കെ വരുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഗവൺമെൻറ് പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ബാനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പൊല്യൂഷൻ്റെയും ഇതിൻ്റെ ഒക്കെ ഇഷ്യൂസ് ആയിട്ട്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താ പറയുക, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലേബറേഴ്സ് ആണുള്ളത്. അപ്പോൾ അവരെ വേറെ ഏതെങ്കിലും എന്താ പറയുക ജോലിയിലോട്ട് ട്രാക്ക് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ വേറൊരു ഫാക്ടറി വരികയാണെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയീസിനെ, അതായത് പടക്ക കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനിയും ഒരുപാടധികം ഇൻഡസ്ട്രീസിനും മറ്റുമൊക്കെ സ്കോപ്പ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ചെറുപ്പത്തിലെ തുടങ്ങി ഇത്തരത്തിലുള്ള ജോലികൾ മാത്രം അറിയാവുന്ന ആളുകളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇത്തിരി ശ്രമകരമായിട്ടുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ് അല്ലേ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സുകാർ പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന ചേഞ്ചസ് അവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതായത് 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ശിവകാശിയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഈ ഒരു പടക്കം ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ തോട്ട്സും മറ്റുമൊക്കെ എന്തൊക്കെയാണ്, ഇനി ഇത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ, എന്താണ് നിങ്ങൾ കരുതുന്നത്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.